ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് പരിചയപ്പെടുത്തി ശൈലേഷ് പാൽ എന്നാണ്. ഈ ഓപ്പർച്യൂണിറ്റി കടന്നു വന്ന് ഏതാണ്ട് 6 വർഷക്കാലം കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ബേസിക്കലി ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു പഠിച്ചത്, പക്ഷെ ജോലി ചെയ്തത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിലാണ്. ആ സമയത്ത് ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കൊരു കാര്യം അറിയാം, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മേഖല ഒരിക്കലും എന്നെ രക്ഷപ്പെടുന്ന മേഖലയല്ല. അർഹതപ്പെട്ട ഒരു സ്ഥലത്തല്ല നമ്മൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കാട്ടും വലിയ ഡെവലപ്മെന്റ് എവിടെയും ഇരിക്കുന്നുണ്ട്, അന്വേഷിക്കണം മനസ്സിലായി. അതുകൊണ്ട് എന്ത് അവസരങ്ങൾ കിട്ടിയാലും അതിനെ മനസ്സിലാക്കുക, കേൾക്കുക എന്നുള്ള മനോഭാവത്തോടു കൂടിയാണ് ഇരുന്നത്. അതായത് മഴയത്ത് കുട പിടിക്കുന്ന പോലെ, മഴ പോയാൽ കുട മടക്കി വെക്കണമെന്നത് പോലെ നല്ല അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് മാറണം എന്നുള്ള ചിന്തയോട് കൂടിയാണ് ഇരുന്നത്. ചില ആളുകൾക്ക് ജീവിതത്തിനകത്ത് എന്തെങ്കിലും അവസരം കിട്ടി അവിടെ തന്നെ ഇരിക്കും. ജീവിതത്തിൽ രക്ഷപ്പെടാമെന്ന് അറിയാം, എന്നാലും പിടിച്ചിരിക്കും. പക്ഷേ ജീവിതത്തിനകത്ത് രക്ഷപ്പെടണം എന്ന് ചിന്തിക്കുന്ന സ്ഥലത്താണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതെന്ന് ചില ആളുകൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും, ചില ആളുകൾക്ക് കുറച്ചു കാലം കഴിഞ്ഞാൽ മനസ്സിലാവും, ചില ആളുകൾ ജീവിതത്തിൽ മനസ്സിലാവുന്ന യാതൊരുവിധ നിർബന്ധവുമില്ല. അതൊരു ഗുരുക്കന്മാരുടെയോ നമ്മുടെ പിതാമന്മാരുടെയോ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിലൊക്കെ ഒരു പ്രശ്നമായിരിക്കും. ഏതായാലും ചെറിയ കാലഘട്ടത്തിൽ എനിക്കത് മനസ്സിലായി. എൻ്റെ അച്ഛൻ അധ്യാപകനാണ്. അച്ഛൻ പറയുന്ന പ്രധാനപ്പെട്ട വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത വാക്കാണ്. സ്വന്തം അനുഭവത്തിൽ പഠിക്കുന്നതിന് പിടിക്കാൻ, മറ്റുള്ള ആളുകൾ അനുഭവത്തിൽ പഠിക്കുന്നതിന് പിടിപിടിക്കാൻ. അതുകൊണ്ട് സ്വന്തം അനുഭവം കൊണ്ട് നമ്മൾ പഠിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, അത് മതിയാകുമെന്ന്. ഒരുപാട് കാലം നമുക്ക് വേണ്ടി വരും. എക്സ്പീരിയൻസിനെക്കാട്ടും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. KL 18AA 5359 കാർ എത്രയും വേഗത്തിൽ മാറ്റിക്കൊള്ളും. KL 18AA 5359 ഒരു കൈയ്യടി തരുമോ? അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം മനസ്സിലാക്കി, ജോലി ചെയ്ത് ജീവിതത്തിൽ രക്ഷപ്പെട്ട ആളുകൾ ഞാൻ കണ്ടിട്ടില്ല. അത് കണ്ടത് ഞാൻ എന്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ്. കാരണം എന്റെ അച്ഛന്റെ അധ്യാപകനായി ഞാൻ പറഞ്ഞു, 10-30 വർഷത്തെ സർവീസ് ഉണ്ട്. അമ്മയ്ക്കുണ്ടായ ചെറിയ അസുഖം കൊണ്ട് ഒരു 10-15 ലക്ഷം രൂപ അച്ഛന്റെ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോയോടുകൂടി അച്ഛന് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടോ ക്രൈസിസ് ഒന്നും അനുഭവപ്പെട്ടിട്ടില്ലെങ്കിലും ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള വലിയൊരു വീട് വെക്കാനോ അല്ലെങ്കിൽ ഒരു കാർ വാങ്ങിക്കാനോ അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കാനോ സാധിക്കാത്ത സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട്. അച്ഛന് ഗാന്ധിയെ പോലെ ജീവിച്ചുകൊണ്ട്, അതായത് ഒരു വെള്ളമുണ്ട് വെള്ള ഷർട്ടുമാണ്. വെള്ളമുണ്ട് വെള്ള ഷർട്ടോ സമയത്ത് നിങ്ങൾക്ക് അറിയാം, 2-3 ജോഡി മതി. കൗണ്ടർ AP സ്കൂൾ എന്ന് പറയുന്നത് എന്റെ വീടിന്റെ തൊട്ടടുത്താണ്. അതുകൊണ്ട് തന്നെ ട്രാവൽ എക്സ്പെൻസ് ഇല്ല, ഫുഡ് എക്സ്പെൻസ് ഇല്ല. അങ്ങനെയൊക്കെ സേവ് ചെയ്തുകൊണ്ടായിരിക്കണം ഒരു കടബാധ്യതയിലേക്ക് കുടുംബം പോകാതിരുന്നത്. അങ്ങനെയൊന്നും ഇപ്പോഴത്തെ കാലഘട്ടം നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അത് ഞാൻ പറയുന്നത് 2000 കാലഘട്ടത്തിന് മുന്നേ ഉള്ളതാണ്. ഇന്ന് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ മാത്രം മതി നമ്മുടെ കയ്യിൽ ലക്ഷങ്ങളും കോടികളും നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടാൻ. അതേപോലെ വലിയ വീടൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടാവും, വലിയ വലിയ എക്സ്പെൻസ് ഒക്കെ നമുക്ക് ഉണ്ടാവും. ഒരു പക്ഷേ ട്രെയിനർമാരൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, വരവും ചെലവും തമ്മിലുള്ള ടാലി കണക്കാക്കണം എന്ന് പറയാറുണ്ട്. അത് നമ്മളെല്ലാവരും ഒരു വെള്ളം പേപ്പർ എടുത്താൽ മതി. 10 രൂപയുടെ പെന്നും 10 രൂപയുടെ നോട്ട് ബുക്ക് ഉണ്ടെങ്കിൽ ജീവിതം എന്താണെന്ന് പഠിക്കുക. ഇത് ട്രെയിനർ പറഞ്ഞ കാര്യമാണ്. അതെന്റെ ജീവിതത്തിൽ ഞാൻ എന്ന് മുതൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി, അന്ന് മുതൽ എന്റെ ജീവിതത്തിൽ വെച്ചടി കയറ്റമുണ്ടായിരിക്കും. അതായത് ഇടത് ഭാഗത്ത് വരവും വലത് ഭാഗത്ത് നിങ്ങൾ ചെലവും നിങ്ങൾ എഴുതുക. ആ വരവ് എഴുതുമ്പോൾ 1-2 തവണ നമുക്ക് 1-2 വാക്കുകൾ കൊണ്ട് നമുക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. കാരണം 1-2 വരുമാന മേഖല മാക്സിമം ആളുകൾക്ക് ഉണ്ടാവും. പക്ഷെ ചെലവ് എന്ന് പറഞ്ഞാൽ ഒരു 10, 15, 20, 50 തവണ നമ്മൾ എഴുതിയത് വരും. അപ്പൊ ആ ട്രെയിനർ പറഞ്ഞ എങ്ങനെയാണ്, നിങ്ങളെ വലത് ഭാഗത്തുള്ള ചെലവിൻ്റെത് ഇടത് ഭാഗത്തുള്ള വരവിൻ്റെത് ലിസ്റ്റ് കൂടുതലാണെങ്കിൽ, ചെലവ് കുറവാണെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ കിടന്നുറങ്ങുന്നത് 10 മണിക്കൂറാണെങ്കിൽ 12 മണിക്കൂർ കിടന്നുറങ്ങിക്കോളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നേരെ മറിച്ച് വരവിന്റെ ചെലവ് കുറവും, വരവിൻ്റെത് ഈ കോളം കുറവും ചെലവിൻ്റെത് കൂടുതലാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഉറങ്ങുന്നത് 10 മണിക്കൂറാണെങ്കിൽ അതിന് 2 മണിക്കൂറോ 3 മണിക്കൂറോ വെട്ടിക്കുറയ്ക്കുക. എന്നിട്ട് ആത്മാർത്ഥമായി പണിയെടുത്തിട്ട് ഇപ്പോഴത്തെ ടാലിയാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഒരു സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാവുന്ന അദ്ദേഹം പറഞ്ഞു. ഇതാണ് അച്ചടക്കം എന്ന് പറയുന്നത്, സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നത്. പക്ഷെ ഭൂരിഭാഗം ആളുകൾ ഈ സാമ്പത്തിക അച്ചടക്കമല്ല. ഭൂരിഭാഗം ആളുകളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, പല ആളുകളും ഞാൻ എന്റെ ബിസിനസിന്റെ എക്സ്പീരിയൻസിലൂടെയും അല്ലെങ്കിൽ നാട്ടിലെ പരിചയക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ ചോദിക്കാറുണ്ട്, കരിയർ എങ്ങനെ പോകുന്നു, ബിസിനസ് എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികപരമായ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിച്ച സമയത്ത് അതെങ്ങനെ പോകുന്നു പറയാറുണ്ട്. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ജനിച്ചു എന്തെങ്കിലും മരിക്കും. എങ്ങനെ പോകുന്നു വെച്ചാൽ ഇങ്ങനെ പോകുന്നു. ബാലേട്ടൻ തന്നെ സിനിമയെ പറഞ്ഞു പോയത് അങ്ങനെ പോട്ടെ എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എവിടെ നിന്നൊക്കെ കടം വാങ്ങാൻ പറ്റുമോ, ഏതൊക്കെ രീതിയിൽ സാമ്പത്തികപരമായ റോളിംഗ് നടത്താൻ പറ്റും, അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അച്ഛൻ പറഞ്ഞ കാര്യത്തിനകത്ത് ഞാൻ പഠിച്ചത്. സ്വന്തം അനുഭവത്തിൽ പഠിക്കുന്നതിന് മിടുക്കാൻ, മറ്റുള്ള ആളുകൾ അനുഭവത്തിൽ പഠിക്കുന്നത് പിടിപിടിക്കാൻ. അതായത് സാമ്പത്തിക അച്ചടക്കം ഇല്ലാത്ത, ചെറിയ വരുമാനത്തിൽ നിന്ന് വലിയ ഡെവലപ്മെന്റ് ഉയർച്ചയിലേക്ക് പോകാൻ പറ്റാത്ത ഒട്ടനവധി ആളുകളെ കണ്ട് ഞാൻ എടുത്ത തീരുമാനമാണ് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ കമ്പനി ചെയ്യുന്നത്. എന്തുകൊണ്ട് പറഞ്ഞാൽ ഒറ്റയ്ക്ക് അധ്വാനിച്ചാൽ ഒരു കാരണവശാലും നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല. ലീവറേജ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്. ലീവറേജ് എന്ന് പറഞ്ഞാൽ ഒട്ടനവധി ആളുകൾ ഒരുമിച്ച് അധ്വാനിക്കുമ്പോൾ ഒരുപാട് ആളുകളുടെ എഫേർട്ടോടുകൂടി ആ വ്യക്തിക്ക് കിട്ടുന്ന ആ പറയുന്ന റിസോഴ്സ്, അല്ലെങ്കിൽ ആ സമ്പത്ത്, അല്ലെങ്കിൽ ആ ടൈം, എനർജി, ഇതൊക്കെയാണ് റിസോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ലീവറേജ് എന്ന് പറയുന്നത്. കുത്തോലം എന്ന് പറയും. നമുക്ക് ഉയർത്താൻ പറ്റാത്ത ഒരു ഭാരത്തിനെ മറ്റുള്ള ആളുകളുടെ സഹായത്തോട് ഉയർത്തുക. ഇതാണ് മാൻ പവർ മൾട്ടിപ്ലിക്കേഷൻ. ഇതിനാണ് നമ്മൾ ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നത്.
ജീനിയോളജി ബ്രാഞ്ച് 1 ബ്രാഞ്ച് 2 സെറ്റ് ചെയ്യുന്നു. അതായത് ഒരു 10 മണിക്കൂർ ഞാൻ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ എന്റെ ടീമിൽ 1 ലക്ഷം ആളുകളുണ്ട്. 1 ലക്ഷം ആളുകൾ 10 മണിക്കൂർ അധ്വാനിക്കുന്ന സമയത്ത് എന്റെ വർക്കിംഗ് അവേഴ്സ് 10 ലക്ഷം രൂപയായിട്ട് 10 ലക്ഷം മണിക്കൂറായിട്ട് വരുന്നു. അതുകൊണ്ട് നിങ്ങൾ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഈ മൈലിയസ്റ്റ് മാർക്ക് എന്ന കരിയറിലൂടെ ഏതാണ്ട് 2.25 കോടി രൂപ ഞാൻ വരുമാനം വാങ്ങിച്ചു. അതായത് എന്റെ അധ്വാനം കൊണ്ട് മാത്രമല്ല, എന്റെ കൂടെ വരുന്ന ആള് അധ്വാനം കൂടി ഇതിന്റെ ഭാഗമായിട്ട് എനിക്ക് വന്നു. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഡെവലപ്മെന്റ് വരാൻ കാരണം. ഒരിക്കലും ഒരു സാധാരണക്കാരനെ എനിക്ക് വലിയ വലിയ നേട്ടങ്ങളിലേക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇതിന് തൊട്ട് താഴത്തെ റൂമുണ്ട്, 107 നമ്പർ റൂം എന്ന് പറയും. ആ റൂമിൽ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു പ്രോഗ്രാം കേട്ട സമയത്ത് സ്പ്ലെൻഡർ ബൈക്കിലായിരുന്നു വന്നത്. ഒരു മാസം വരുമാനം എന്ന് പറഞ്ഞാൽ ആവറേജ് 15,000 രൂപ, ഡെയിലി ഇൻകം എന്ന് പറഞ്ഞാൽ 500 രൂപയായിരുന്നു. ഇന്ന് നിങ്ങളെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഒരു മാസം വരുമാനം 6,80,000 രൂപയിലേക്ക് ഒരു ഹൈയസ്റ്റ് ഇൻകം ഉയർത്താൻ എന്നെ സഹായിച്ചു. ഇതേപോലെ ആഴ്ചയിൽ 2,10,000 രൂപ വരുമാനം വാങ്ങിച്ചു. എന്റെ കൂടെയുള്ള ഏതാണ്ട് 14 വ്യക്തികൾ ഇന്ന് ആഴ്ചയിൽ 2.10 വാങ്ങുന്നു. 1,00,000 രൂപ വരുമാനം വാങ്ങുന്ന ഏതാണ്ട് 40-50 ഇടയിൽ ആളുകളുണ്ട്. അതേപോലെ തന്നെ സീലിംഗ് അച്ചീവറായ 14 ആളുകളുണ്ട്. കാർ അച്ചീവേഴ്സ് ആളുകൾ ഒരു 20-30 ഇടയിലൊക്കെ കാർ അച്ചീവേഴ്സ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇപ്പൊ കേരള, കർണാടക, തമിഴ്നാട്, ആന്ധ്രയിലൊക്കെ ഒരുപാട് നെറ്റ്വർക്കുകൾ ഓൾറെഡി ഉണ്ട്. ഹലോ, ഇതെല്ലാം തികച്ചും സാധാരണക്കാര ആളുകളുടെ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഇരിക്കുന്ന പോലെ സീറ്റിലിരുന്ന് ഒരുപാട് കാലം നമ്മളത് കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അതുകൊണ്ട് ഈ ITC എന്ന് പറയുന്ന റാങ്കും ഞങ്ങളുടെ വരുമാനവും സത്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി പറയുന്നല്ല, എനിക്ക് വേണ്ടി പറയുന്നല്ല, പകരം നാളെ നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങൾ വിളിച്ചു പറയുന്നതാണ്. ഹലോ, ആർ യു കോൺഫിഡന്റ്? വിട്ടുപോകാതെ പ്രവർത്തിക്കുക എന്നതാണ്. എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഈ ജൂൺ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് പകുതിയോടുകൂടി അല്ലെങ്കിൽ ലാസ്റ്റിനോടുകൂടി കേരള ഗവൺമെന്റ് ഈ മേഖലയിൽ ശക്തമായ നിയമനിർമ്മാണം വരും എന്ന് ഒരുപാട് കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ജൂൺ മാസം ലാസ്റ്റോടുകൂടി വരും എന്ന് ആധികാരികമായി അറിയാൻ നമ്മൾ ഉത്തരവാദപ്പെട്ട ആളുകളെ മാറിയിട്ടുണ്ട്. അത്തരത്തിലുള്ള വലിയ വലിയ മാറ്റങ്ങൾ ഇനിയും വരാൻ വേണ്ടി പോവുകയാണ്. അതായത് കഴിഞ്ഞ കാലഘട്ടത്തിലുണ്ടായ ഒരു മാറ്റമല്ല ഇനി വരാൻ വേണ്ടി പോകുന്ന കാലഘട്ടത്തിൽ വരുന്നത്. അതായത് അറ്റൻഡ് അച്ചീവേഴ്സ് ഉണ്ടായ ആളുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എപ്പോഴും പല മീറ്റിങ്ങിലും ട്രെയിനിങ്ങിലൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട വാക്കുണ്ട്. ഒരു തടാകത്തിലേക്ക് വീഴുന്ന മഴത്തുള്ളികൾ കാണാതെ പോകും. പക്ഷെ വീഴുന്നത് താമരയിലാവുമ്പോ അത് സൂര്യപ്രകാശം ഏൽക്കുമ്പോ അത് മുത്തുപോലെ തിളങ്ങാറുണ്ട്. അതായത് ചൂസ് യുവർ കറക്റ്റ് പ്ലേസ് വേർ യു ക്യാൻ ഷൈൻ. എവിടെയാണോ നിങ്ങൾക്ക് രക്ഷപ്പെടേണ്ടത്, എവിടെയാണോ നിങ്ങൾക്ക് തിളങ്ങേണ്ടത്, ആ സ്ഥലത്തിന്റെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ഹൈലേഷ് ബാൽ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് മൈലേജ് മാർക്കറ്റിംഗിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് തിളങ്ങാൻ സാധിച്ചത് എന്ന് മനസ്സിലാക്കുന്നത്. ഇതേപോലെ നിങ്ങൾ ശരിയായ മേഖലയിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കും വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ പ്രൂവ് ചെയ്ത ഒരു കമ്പനിയുടെ പാർട്ടാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് വിശ്വസിക്കുക. എനിവേ, എല്ലാവർക്കും വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്, ജയ് മലയാളം.